നമ്മളെ ഈ ഹോബുകളൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ? ക്ലീനിങ്ങും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ ലാഭം ഉണ്ടാവും. അതെന്താണെന്ന് ഞാൻ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. സംഭവം വേറൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലത്തെ ഹോബുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ വീക്കെൻഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, അതായത് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഒരു സ്റ്റാറും മൈനസോ അങ്ങനെയുള്ള ചെറിയ ടൂൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്തിൻ്റെ ആ ഒരു ടൈമിൽ ഇതിൻ്റെ ഒരു 4 സ്ക്രൂ ഉണ്ടാവുമല്ലോ. ഈ ഒരു 4 സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതിപ്പോൾ ഫുൾ ടൈറ്റ് ആയിരിക്കും, ഒന്ന് ഇതിങ്ങനെ ഒന്ന് തിരിച്ചൊന്ന് ലൂസ് ചെയ്തിട്ടേക്കുക. അതിൻ്റെ എന്താണ് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SS-ൻ്റെ സ്ക്രൂ ആണിത്. ഇതിൻ്റെ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ ഒരു പ്ലേറ്റ് ഉറപ്പിച്ചേക്കുന്നത് ഒരു 4 സ്ക്രൂവിൻ്റെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ 2 സ്ക്രൂ ആയിരിക്കും. അങ്ങനെ പല ടൈപ്പ് ഓരോ മോഡൽ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. ഈ ഒരു സ്ക്രൂ കണ്ടില്ലേ, ഇതൊരു SS-ൻ്റെ സ്ക്രൂ ആണ്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഇതിൻ്റെ അകത്തെ ഈ ഒരു ഗ്യാപ്പിനകത്തേക്ക് നമ്മുടെ സ്പീലേജ് വന്നിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ പോയിട്ട് ഈ സ്ക്രൂ കുറേ കഴിയുമ്പോഴത്തേക്കും ടൈറ്റായി പോകുമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ നല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സ്ക്രൂവിനകത്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സ്പീലേജൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്ക്രൂ പിന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല. അതായത് ഒരു ടെക്നീഷ്യന് പോലും ചിലപ്പോൾ ചില സമയത്ത് സാഹചര്യങ്ങളിൽ അഴിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം എടുത്ത് മാറേണ്ടതായിട്ട് വരും. ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഏതടുപ്പിൻ്റെ ആയാലും ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് മാറേണ്ടി വരും. കാര്യം ഇതൊരു അലൂമിനിയം പാർട്ടാണ്, ഇതൊരു SS-ൻ്റെ സ്ക്രൂ ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു മെറ്റൽ എക്സ്പാൻഷൻ നടക്കും ചൂടായി കഴിയുമ്പോഴത്തേക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഈ സ്പീലേജായിട്ട് വരുന്ന വെള്ളവും കൂടി വന്ന് വീണ് കഴിയുമ്പോൾ ഇത് പിന്നെ ഇത് ടൈറ്റ് ആക്കിയിട്ട് ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ട, ക്ലീനിങ് പൊതുവേ ചെയ്യണ കൂട്ടത്തിൽ കൂടി ഇതുപോലൊരു സ്റ്റാർ സ്ക്രൂ എടുത്തിട്ട് ചുമ്മാ ഒന്ന് അഴിച്ച് ഇടക്കിടക്കൊന്ന് അഴിച്ച് നോക്കി വെക്കുക. ലൂസാക്കി വെക്കാനല്ല, ജസ്റ്റ് ഒന്ന് അഴിക്കുക, ടൈറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് സർവീസിനൊക്കെ വരുമ്പോഴത്തേക്കും ടെക്നീഷ്യന്മാർക്ക് ഇത് ഊരിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങളുടെ മെയിൻ്റനൻസിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം കൂടി ഉൾപ്പെടുത്തിയേക്കുക.